മൺചട്ടിയിൽ പുകയുന്ന ആ മീൻകറിയുടെ ഒരു മണം മതി വിശപ്പ് ഇരട്ടിയാക്കാൻ. നാവിൽ കൊതിയൂറുന്ന ആ മീൻ തലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് ആ പച്ച മണമൊക്കെ പോകുന്നിടം വരെ ഒന്ന് വരട്ടുക. നമ്മുടെ മുളക് പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും കൂടെ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉപ്പും ഇട്ട് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കുടംപുളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫാക്കാവേ. ഇതേ നമ്മുടെ മീൻ. ഇനി നമ്മുടെ മൺചട്ടി എടുത്ത് അതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണയൊക്കെ തൂകിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ടും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല പീസും അങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി അടുപ്പത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതും കുത്തി ഇളക്കരുത്, പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അവിടെ സാവകാശം വരുന്ന നമ്മുടെ തലക്കറി വെന്ത് സെറ്റാവണം. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടുന്നത്. അപ്പോഴതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഇറങ്ങി കിട്ടുന്നത്. അങ്ങനെ താണ്ടെ കാത്തിരുന്ന് നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ. എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അമ്മാതിരി ടേസ്റ്റുമാണ്, നല്ല മണമാണ്. ഇനി നമ്മുടെ ഈ മീൻകറിക്ക് പൊടിപ്പ് കൂട്ടാൻ ഇച്ചിരി കപ്പയും കൂടെ ആയാലോ. ആഹാ, ഒരു രക്ഷയില്ല. അമ്മാതിരി ടേസ്റ്റി ആയിരുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ മീൻ തലക്കറി ഇങ്ങനൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ബൈ.